നമസ്കാരം. ദേ, ഈ മഹതിയെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ SUCI മിനിയെ ആരെങ്കിലും കണ്ടു കിട്ടുന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിച്ചിരിക്കണേ. കാര്യം കേന്ദ്ര ബജറ്റ് പുറത്തു വന്നു. മഷിയിട്ട് നോക്കിയിട്ട് സൂസി മിനിയെ ഈ നാട്ടിലെങ്ങും കാണാനില്ല. ആശമാർക്കിടയിലെ ഒരു വലിയ പോരാളിയാണ്. നോൺ ആശയാണ്, ആശാ വർക്കറെ അല്ല. പക്ഷെ ആശമാർക്ക് വേണ്ടി വല്ലാതെ വെമ്പൽ കൊണ്ട് സമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പോരാളി. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. സതീശൻ്റെ നിന്ന് ദിവസപ്പടിയും മാസപ്പടിയും വാങ്ങി ഒരു കഥാപാത്രമായി അഭിനയിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ആ നടിക്ക് ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. കേന്ദ്ര സ്കീമിൻ്റെ ഭാഗമാണ് ആശാ വർക്കർമാർ. കേന്ദ്രം നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗം. അങ്ങനെയുള്ള ആശമാർക്ക് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചു. നയാ പൈസ ചില്ലിക്കാലണ മാറ്റിവെച്ചിട്ടില്ല. ഒരു പ്രശ്നവും ഇല്ലല്ലോ. സതീശന് പ്രശ്നമില്ല, BJPക്കാർക്ക് പ്രശ്നമില്ല, സൂസി മിനിക്കാണെങ്കിൽ ഒട്ടുമേ പ്രശ്നമില്ല. ഇപ്പോൾ കേരളത്തിൽ ഇവരെ താങ്ങി നടക്കുന്ന ചില സാമൂഹിക നിരീക്ഷകന്മാരുണ്ടല്ലോ. എങ്ങനെ ഇടതുപക്ഷ വിരുദ്ധ മനസ്സുള്ളത് കൊണ്ട് ഈ ഉഡായിപ്പ് സൂസിമാരെ വിലക്കെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നിരുത്തി അഭിനയിപ്പിച്ച് അവരുടെ പിന്നിൽ ചാനലുകളെ കൂടി പൈസ കൊടുത്ത് അണിനിരത്തി കഴിഞ്ഞാൽ കേരളത്തിൽ സമര ആചാരമായി. ആ സമരാചാരം നടത്തുന്നവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നാണ്. അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കേണ്ടവർ കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര ബജറ്റിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വാ തുറക്കാഞ്ഞിട്ട് ഒരു പ്രതിഷേധം, എന്തിനേറെ പറയുന്നു ഒരു പ്രതികരണം. ഈ അടുത്ത ദിവസം സംസ്ഥാന ബജറ്റ് വന്നിരുന്നു. ആശാ വർക്കർമാർക്ക് 1000 രൂപ അലവൻസ് കൂട്ടി. ആ അലവൻസ് കൂട്ടിയപ്പോൾ എന്തായിരുന്നു അന്ന് മിനിയുടെ ആകുലതയെന്ന് നിങ്ങൾ കേൾക്കണ്ടേ? ഒന്ന് കേട്ടെ. പക്ഷേ 21,000 രൂപ മിനിമം വേതനം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് ഇതുവരെയും ആയിട്ടില്ല. ഓണറേറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാരല്ല എന്നാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതും ശരിയല്ല എന്ന് വീണ്ടും സർക്കാർ തന്നെ തെളിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ നവംബർ മുതൽ 1000 രൂപ പ്രാബല്യത്തിൽ വന്നു. ഇപ്പോൾ വീണ്ടും ഒരു 1000 രൂപ. അപ്പോൾ ഒരു 3 മാസത്തിനിടയിൽ 2000 രൂപ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നു. ഓർക്കണം, ഞങ്ങൾ 53ാമത്തെ ദിവസം ഞങ്ങളൊരു താൽക്കാലിക സമാശ്വാസം എന്ന നിലയ്ക്ക് ഒരു ദിവസം 100 രൂപ, പ്രതിമാസം 3000 രൂപയുടെ വർധനവ് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഞങ്ങളെ പരിഹസിച്ച് ആക്ഷേപിച്ച് തള്ളിക്കളയാണ് ഗവൺമെൻറ് ചെയ്തത്. അപ്പോൾ വൈകിയ വേളയിലാണെങ്കിലും ഗവൺമെൻറ്റിന് ഇത് നൽകേണ്ടതാണെന്നുള്ള ഒരു ബോധ്യപ്പെടൽ ഉണ്ടായിരിക്കുന്നു. ഓണറേറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്, അല്ലാതെ കേന്ദ്രമല്ല എന്നുള്ളതും രണ്ടാമതും തെളിയിച്ചിരിക്കുന്നു. കേട്ടല്ലോ, 21,000 രൂപ ആക്കണം. ആക്കേണ്ടവരാരാണ്? കേന്ദ്ര സർക്കാർ. അവരാക്കണ്ട. ഞങ്ങൾക്ക് ആരാക്കി തന്നാൽ മതി. ഞങ്ങൾക്ക് ഇവിടത്തെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇവരാക്കി തന്നാൽ മതി. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും 10,000 രൂപ ഒരു ആശമാർക്കുമില്ല. മിനിമം വേതനം 5,000 രൂപ. കേരളത്തിൽ മാത്രം 10,000 രൂപയിൽ എത്തിച്ച ഒരു സർക്കാരുണ്ട്. അലവൻസ് ഉൾപ്പെടെ മേടിക്കുമ്പോൾ 15,000 രൂപയ്ക്ക് മുകളിൽ. എന്നിട്ട് നാണമില്ലാതെ അത് വാങ്ങി വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് ആ പണത്തെക്കുറിച്ച്, അത് ആശയുടെ വീട്ടിലല്ല, ആശ സതീശൻ്റെ വീട്ടിൽ നിന്ന് പണം വാങ്ങിയാണ്. സതീശനാണ് ദിവസപ്പടി കൊടുത്ത് ആ പൈസയ്ക്കാണ് വീട്ടിലിപ്പോൾ കഞ്ഞി വയ്ക്കുന്നത്. പിന്നെ ഭർത്താവായിട്ടുള്ള ഷാജിർ ഖാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സുഡാപ്പി ഷാജിർ ഖാൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പലർക്കും വേണ്ടി രാഷ്ട്രീയ നാടകം അഭിനയിക്കാൻ സ്വന്തം ഭാര്യയെ പറഞ്ഞയച്ചു കൊടുക്കുന്ന സാമൂഹ്യ പ്രവർത്തനം. അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടത്തിയ പ്രവർത്തനമാണ് ആശാ സമരത്തിൻ്റെ ഭാഗമായി BJPക്കാരും സുരേഷ് ഗോപിയൊക്കെ വന്നപ്പോൾ അവിടെ പോയി നിന്ന് മണിമുറ്റത്താവണിപ്പന്തൽ പാടി ഡാൻസ് ചെയ്ത ഇനമാണ്. മുടി മുറിക്കുന്നു എന്ന് ആക്ഷൻ കാണിച്ചതാണ്. പക്ഷേ കേന്ദ്രം ഒന്നും കൊടുത്തില്ലെങ്കിൽ സതീശൻ ഇറക്കിയ കഥാപാത്രത്തിനും ഷാജിർ ഖാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധരെന്ന് ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് ചാപ്പകുത്തി പ്രവർത്തിക്കുന്ന ഇവർക്ക് അത്തരം കാര്യങ്ങളിൽ പ്രതികരണമില്ലെങ്കിൽ ഇവരാരുടെ കുഴലൂത്തുകാരാണ്, ഇവരാരുടെ ഏജന്റുമാരാണെന്ന് നാട്ടുകാർ ചിന്തിക്കേണ്ടതാണ്. ഈ നാട്ടിൽ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്കെതിരെ സമരം ചെയ്യുന്നു. കൊടുക്കേണ്ടവർക്കെതിരെ സമരമില്ലാത്ത, അവരൊന്നും കൊടുത്തില്ലെങ്കിൽ വായി തുറക്കാതെ ഇരിക്കുന്ന ഈ സുഡാപ്പി മിനിമാരെയൊക്കെ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. BJPക്കാരും സംഘപരിവാർ മനസ്സുള്ള സതീശനും കൂടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ നാടിനെ വിഷപ്പാമ്പുകൾക്ക് മുന്നിൽ അടിയറ വയ്ക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില കുലംകുത്തികളില്ലേ, ആ കുലംകുത്തി സ്റ്റേജിലാണ് ഈ പറയുന്ന സൂസി മിനിയെയും കാണേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും നേരമായിട്ട് ഒരു ചാനൽ, അതായത് പല ചാനലുകളും പരിധി ഒരിടത്തും ഈ മുഖം കണ്ടിട്ടില്ല, കാണാനേ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പറയണ്ടേ, കണ്ടുകിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നാട്ടുകാർ അറിയട്ടെ ഇങ്ങനെ ഒരു മഹതി ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. കാര്യം ഇവിടെയൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് തിരിച്ചടിയായാലോ. പണം കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്ന ചില മുതലുകളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് നാട്ടുകാർ കണ്ട് മനസ്സിലാക്കണം.